മാക്സിമം നമ്മുടെ ക്ലാസ്സിനകത്ത് മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുക, മ്യൂട്ട് ചെയ്തിട്ട് സേഫ് സോണിലൊന്നും പോയി ഇരിക്കാതിരിക്കുക. ഇപ്പോൾ നമ്മുടെ നൈറ്റ് ബാച്ച് റൺ ചെയ്യുന്നുണ്ട്, 15 to 20 സ്റ്റുഡൻസ് അതിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും ഓപ്പൺ ആയിട്ട് വന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ വേണം. അല്ലെങ്കിൽ നമ്മളൊരു സൈഡിൽ ഞാൻ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന രീതി ആവരുത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ OS മോഡലിനകത്ത് നമുക്ക് എത്ര ലെയേഴ്സ് വരുന്നുണ്ട്? 7 ലെയേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ആപ്ലിക്കേഷൻ, പ്രസന്റ്, സെഷൻ, ട്രാൻസ്പോർട്ട്, നെറ്റ്വർക്ക്, ഡാറ്റ, അതുപോലെ തന്നെ ഫിസിക്കൽ, ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് കൗണ്ട് വരുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. പഠിക്കുന്നത് എന്താണ്? നമ്മൾ ആപ്ലിക്കേഷൻ മൂലമായിരിക്കും പഠിക്കുന്നത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ലെയേഴ്സിന്റെ കൗണ്ട് നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. പക്ഷെ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്തായിരിക്കും? ആപ്ലിക്കേഷൻ ആയിരിക്കും പഠിക്കുന്നത്. ബിക്കോസ് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമുക്ക് പഠിക്കുമ്പോൾ അത് ഓർഡറിൽ തന്നെ പഠിക്കാം. പക്ഷെ കൗണ്ട് എന്ന് പറയുന്നത് വ്യത്യസ്തത വരുന്നുണ്ട്. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ 3 ലെയേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് സോഫ്റ്റ്വെയർ ലെയർ എന്ന് നമുക്ക് വിളിക്കാം. ആദ്യത്തെ 3 ലെയർ നമുക്ക് വിളിക്കാം സോഫ്റ്റ്വെയർ ലെയർ. ഏറ്റവും താഴെ കിടക്കുന്ന ലെയർ ഏതാണ്? ഹാർഡ്വെയർ ലെയർ. ഹാർഡ്വെയർ ഡിവൈസസിനെ ബേസ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും അവസാനത്തെ 3 ലെയേഴ്സിനകത്താണ് വരുന്നത്. ഇനി ഈ സോഫ്റ്റ്വെയറിനെയും ഹാർഡ്വെയറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലെയർ കൂടിയാണ് നമ്മുടെ ഹെഡ് ഓഫ് OS എന്ന് പറയുന്നത്, ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് ലോഡ് ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും വരുന്നത്? നമ്മുടെ ട്രാൻസ്പോർട്ടിനായിരിക്കും വരുന്നത്. എൻഡ് ടു എൻഡ് കണക്ടിവിറ്റിയാണ് പുള്ളിക്കാരൻ നോക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും. നമ്മളിപ്പോ ഭാര്യയെയും അമ്മയെയും ഒരേപോലെ ത്രാസ് പോലെ നോക്കുന്ന ഒരു ടീമാണ് ഹെഡ് ഓഫ് OS. ഭർത്താവിന്റെ വർക്കാണ് ആർക്ക് വരുന്നത്? ട്രാൻസ്പോർട്ടിലായിരുന്നു വരുന്നത്. വെച്ചാൽ 1 ഇഞ്ച് അങ്ങോട്ടോ 1 ഇഞ്ച് ഇങ്ങോട്ടോ സ്നേഹം കൂടിപ്പോയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നം എന്ന രീതിയിലാണ് ഇവിടെ ട്രാൻസ്പോർട്ട് ലെയറിന്റെ കിടപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേലെ കിടക്കുന്ന സോഫ്റ്റ്വെയർ ലെയറിനും കൺട്രോൾ ചെയ്യണം, താഴെ കിടക്കുന്ന ഹാർഡ്വെയർ ലെയറിനും കൺട്രോൾ ചെയ്യണം. എല്ലാം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് ലോഡ് വരുന്നത് ആർക്കാണ്? നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയറിനാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ലെയർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെയർ എടുക്കാം. ഓരോ ലെയറും നന്നായി ശ്രദ്ധിച്ചിരിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ നെറ്റ്വർക്കിനകത്ത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സെക്ഷൻ അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ നോക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ലെയർ നിങ്ങൾ എന്ത് ചെയ്യുവാണേലും, ഈവൻ നിങ്ങൾ ഒരു പാട്ട് കേൾക്കണം, നിങ്ങൾക്ക് എന്ത് വേണം? ഒരു ആപ്ലിക്കേഷൻ വേണം. ഈവൻ നിങ്ങൾക്ക് ഒരു PDF വേണം, അതിനും എന്താണ്? ഒരു ആപ്ലിക്കേഷൻ വേണം അല്ലെ? എന്തൊരു സാധനം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു മൂവി കാണുകയാണ്, ഒരു പ്ലെയർ വേണം അല്ലെ? ആപ്ലിക്കേഷൻ ലെയറിനെ ബേസ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ എന്തൊരു കാര്യവും ക്രിയേഷന് വേണ്ടി നമ്മൾ ആദ്യം ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്? നമ്മുടെ ആപ്ലിക്കേഷൻ ലെയറിനെയാണ്. വളരെ സിമ്പിളായി പറയാന്നുണ്ടെങ്കിൽ ഒരു യൂസറിന് സർവീസസ് എത്തിച്ചു കൊടുക്കുക, അത് ഏത് തരത്തിലുള്ള സർവീസും ആയിക്കോട്ടെ, ഒരു യൂസറിന് സർവീസസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ വർക്ക്? നമ്മുടെ ആപ്ലിക്കേഷൻ ലെയറിന്റെ വർക്ക് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ലെയർ വർക്ക് ബേസ്ഡ് ഓൺ പോർട്ട് നമ്പേഴ്സ്. നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള പോർട്ട് നമ്പേഴ്സ് അറിയാം? ജസ്റ്റ് ചോദിക്കുന്നു, ജനറലി ചോദിക്കുന്നതാണ്, പറഞ്ഞോളൂ. ഏതൊക്കെ തരത്തിലുള്ള പോർട്ട്സ്? SSH 22 പോർട്ട് നമ്പർ. യെസ്, അങ്ങനെ ഒരു പോർട്ട് നമ്പർ അറിയാം. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഓരോരോ സർവീസസിനെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് 2 തരത്തിലുള്ള പോർട്സ് ആണ് വരുന്നത്. ലോജിക്കൽ പോർട്സും വരുന്നുണ്ട്, ഫിസിക്കൽ പോർട്സും വരുന്നുണ്ട്. ഓക്കെ, ലോജിക്കൽ പോർട്സ് പറഞ്ഞാൽ താങ്കൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അതുപോലെ തന്നെ HTTP പറയുന്നത് എത്രയാണ്? 80 പറയുന്ന പോർട്ട് നമ്പറാണ്. അതേപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ പോർട്സ് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ USB പോർട്ട് അടക്കം എന്താണ്? ഫിസിക്കൽ പോർട്ടാണ്. NIC എന്താണ്? ഫിസിക്കൽ പോർട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് റൗട്ടിനകത്ത് വരുന്ന ലാൻഡ് പോർട്ട്, വാൻ പോർട്ട്, ഇതെല്ലാം എന്താണ്? ഫിസിക്കൽ പോർട്സ്. അപ്പൊ 2 തരത്തിലുള്ള പോർട്സ് വരുന്നത്. ഫിസിക്കൽ പോർട്സിന് എന്തില്ല? നമ്പേഴ്സ് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നമ്മുടെ ഈ ഓരോ സർവീസിനും എന്തുണ്ടാവും? ലോജിക്കൽ പോർട്സിന് എല്ലാത്തിനും ഓരോ നമ്പർ ഉണ്ടാവും. എക്സാമ്പിൾ HTTP 80 പറയുന്ന പോർട്ട് നമ്പർ എന്ന് പറയുന്ന പോലുള്ള സർവീസസ് ആണ് എവിടെ റൺ ചെയ്യുന്നത്? നമ്മുടെ ആപ്ലിക്കേഷൻ ലെയറിനകത്ത് റൺ ചെയ്യുന്നത്. എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സ് എന്ന് പറയുന്ന എല്ലാം എന്താണ്? നമ്മുടെ പോർട്സ് ആണ്. പോർട്സിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ഏത് ലെയറിനകത്ത് റൺ ചെയ്യുന്നത്? ആപ്ലിക്കേഷൻ ലെയറിനകത്ത് റൺ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ലെയറിൽ മെൻഷൻ ചെയ്യുന്നത് സോഫ്റ്റ് പോർട്ടുകളെ കുറിച്ചല്ലേ? ഹാർഡ്വെയർ പോർട്ടുകൾ ഇതിന്റെ അകത്ത് ഇതാവുന്നുണ്ട്. അല്ല, ഹാർഡ്വെയർ പോർട്സ് അല്ല ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ലോജിക്കൽ പോർട്ട് നമ്പേഴ്സ് പറയുന്ന സർവീസസ്, എല്ലാ സർവീസസും. ഏതൊക്കെ സർവീസ് അറിയാം? HTTP, FTP, SNMP, ഇതിനെല്ലാം എന്താണ്? ഇതെല്ലാം സർവീസസ് ആണ്. ഇതിനെല്ലാം കറസ്പോണ്ട് ആയിട്ട് എന്തുണ്ടാവും? ഓരോ പോർട്ട് നമ്പേഴ്സ് ഉണ്ടാവും. ഈ പോർട്ട് നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. ക്ലിയർ? ഇപ്പോൾ ടോട്ടൽ പോർട്ട് നമ്പേഴ്സ് വരുന്നത് 0 to 65535 ആണ് പോർട്ട് നമ്പേഴ്സ് വരുന്നത്. അതിനകത്ത് ഓൾറെഡി റിസർവ്ഡ് ആയിട്ടുള്ളത്, ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം വരുന്ന സർവീസ് എല്ലാം ഇതിനകത്തായിരിക്കും ഈ പറയുന്ന 1023 വരുന്നത്. ഇത്രയും റിസർവ്ഡ് ആണ്. ഇനി ബാക്കിയുള്ള പോർട്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കേട്ടുകാണെന്ന് എനിക്കറിയില്ല, NAT എന്ന് കേട്ടിട്ടുണ്ടോ? നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ.
നാറ്റ് എന്ന് പറയുന്ന മെക്കാനിസം നമുക്ക് വരുന്നുണ്ട്, നമുക്ക് ക്ലാസ്സിൽ വരുന്നുണ്ട്, പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് നോക്കാം. നാറ്റ് എന്ന് പറയുന്ന ഒരു പബ്ലിക് ടു പ്രൈവറ്റ്, പ്രൈവറ്റ് ടു പബ്ലിക് കൺവേർഷൻ ചെയ്യുന്ന ഒരു സർവീസ് ആണ് അത്. അതിനകത്ത് കംപ്ലീറ്റും യൂസ് ചെയ്യുന്ന എന്താണ്, ഓപ്പൺ ക്ലൈന്റ് പോർട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓരോ ഡിവൈസിനനുസരിച്ച് ഓരോ ഡിവൈസിന് ഇന്റർനെറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും എന്താ യൂസ് ചെയ്യുന്നത്, ലോജിക്കൽ പോർട്ട് നമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആ സമയത്താണ് നമ്മൾ ഫ്രീ ആയി കിടക്കുന്ന ഓപ്പൺ ക്ലൈന്റ് പോർട്സ് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോർട്സ് ആണ്. അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നമുക്ക് ആ സമയത്ത് സംസാരിക്കാം. ഇപ്പോൾ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ മാത്രം മെമ്മറിക്കകത്ത് ഉണ്ടായാൽ മതി. ഡാറ്റ ക്രിയേഷൻ, ആരെന്തെങ്കിലും ചോദിച്ചാലും നിങ്ങൾ ആപ്ലിക്കേഷൻ ലെയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാറ്റ ക്രിയേഷൻ ഫസ്റ്റ് പോയിന്റ് പറയാം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുക, ഒരു യൂസറിന് സർവീസസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ആരുടെ വർക്കാണ്, ആപ്ലിക്കേഷൻ ലെയറിന്റെ വർക്കാണ്. മൂന്നാമത് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, പോർട്ട് നമ്പേഴ്സ് ആണ്. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാലും മതി. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മുടെ പി സിയിൽ നിന്നും ഒരു വെബ് സെർവർ നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. എക്സാമ്പിൾ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്, അങ്ങനെ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു റിക്വസ്റ്റ് ജനറേറ്റ് ആവും. ഓക്കെ, ക്ലയന്റിൽ നിന്നും എന്താണ് ഒരു റിക്വസ്റ്റ് ജനറേറ്റ് ആവുന്നു, www.academy.net ഒരു റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. അത് നേരെ എങ്ങോട്ട് പോകുന്നു, ആർക്ക് കിട്ടുന്നു, നമ്മുടെ വെബ് സെർവർ കിട്ടുന്നു. വെബ് സെർവർ അത് എന്ത് നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്, എങ്ങനെ ലിസൺ ചെയ്യുന്നത്, പോർട്ട് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് എന്താ സർവീസ് എന്നുള്ളത് മനസ്സിലാക്കുന്നതും അയാൾക്ക് തിരിച്ച് റിപ്ലൈ ആയിട്ട് കൊടുക്കുന്നതും. റിപ്ലൈ ആയിട്ട് വരുന്നതാണ് നമുക്ക് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, ഇന്റർനെറ്റ് എന്ന് പറയുന്നത്, അത് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് ഓപ്പൺ ആയി വരുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഒരു സർവീസിനെ ബേസ് ചെയ്ത് പറഞ്ഞു. എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഞാൻ 1-2 എക്സാമ്പിൾസ് ഇവിടെ പറയാം. HTTP എത്ര, പോർട്ട് നമ്പർ 80. അപ്പോൾ HTTPS എത്രയാണ്, 443 ഐഡിയ 443 443 അല്ലേ, 443 വെരി ഗുഡ്. 443 പറയുന്ന പോർട്ട് നമ്പർ. FTP എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. പോർട്ട് നമ്പർ എത്രയാണ്, 21 ആണ്. ഓക്കെ, അതേപോലെ തന്നെ SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, മെയിൽ സർവീസസിന് വേണ്ടി എല്ലാം യൂസ് ചെയ്യുന്ന സർവീസ് ആണ്. അതേപോലെ തന്നെ ടെൽനെറ്റ് SSH എന്നൊക്കെ കേട്ടിട്ടുണ്ടോ. ടെൽനെറ്റ് എന്ന് പറഞ്ഞാൽ റിമോട്ടിലിരിക്കുന്ന ഡിവൈസിലെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ടെൽനെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുണ്ട്, ചെയ്ത് നോക്കാനുണ്ട്. 23 പറയുന്ന പോർട്ട് നമ്പറാണ്. TFTP ട്രിവൈൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, പോർട്ട് നമ്പർ എത്രയാണ്, 69 ആണ് പോർട്ട് നമ്പർ വരുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ മേലെ പറഞ്ഞ FTPയുടെ അതേ വർക്ക് തന്നെയാണ്. FTP എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റ് ഓറിയന്റഡ് ആണ്. TFTP പറയുമ്പോൾ നമുക്ക് ലോക്കൽ പർപ്പസിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ റൗട്ടർ സ്വിച്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, ആ റൗട്ടറിന്റെ സ്വിച്ചിന്റെ വോയിസ് ബാക്കപ്പ് ചെയ്യാം, റീസ്റ്റോർ ചെയ്യാം ഈ ഒരു സർവീസ് യൂസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ കോൺഫിഗറേഷൻസ് ബാക്കപ്പ് ചെയ്യാം, റീസ്റ്റോർ ചെയ്യാം. അങ്ങനെ ചെറുകിട കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സർവീസ് ആണ് TFTP പറയുന്ന. പോർട്ട് നമ്പർ എത്രയാണ്, 69. ഞാനിപ്പോൾ 1-2 ലിസ്റ്റ് ചെയ്തപ്പോൾ ബാക്കിയൊന്നും ലിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇതൊന്നും നമുക്ക് ബോധറിങ് കേസ് അല്ല, എന്നിരുന്നാലും ജസ്റ്റ് ലിസ്റ്റ് ചെയ്തെന്ന് മാത്രം. ഓക്കെ, ഈ നമ്മുടെ രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള ഡാറ്റ ഫ്ലോയ്ക്ക് മാറ്റമൊന്നുമില്ല. പോർട്ട് നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത ലെയറിലോട്ട് പോകുന്നത്. നമ്മൾ കണ്ടതാണല്ലോ, ഡാറ്റ ആയിട്ട് തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ അടുത്ത ലെയർ നമ്മൾ നോക്കാൻ വേണ്ടി ഒരു പോവാണ്, പ്രസന്റേഷൻ. ഹലോ, ഒരു സെക്കൻഡ്. നമ്മളെ ആപ്ലിക്കേഷൻ ലെയറിന്റെ 3 പർപ്പസുകൾ പറഞ്ഞ എന്തായിരുന്നു, ഡാറ്റ ക്രിയേഷൻ, പിന്നെ വേറെ 2 പോയിന്റ് പറഞ്ഞ ഏതായിരുന്നു, ഡാറ്റ ക്രിയേഷൻ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു യൂസറിന് നെറ്റ്വർക്കിംഗ് സർവീസസ് എത്തിച്ചു കൊടുക്കുക. അത് ഏത് തരത്തിൽ സർവീസ് ആയിക്കോട്ടെ, ഒരു യൂസറിന് നെറ്റ്വർക്കിംഗ് തന്നെ പറയുന്നില്ല, നമ്മൾ നെറ്റ്വർക്കിംഗ് പഠിക്കുന്നതുകൊണ്ട് നമ്മൾ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് മാത്രം. ഇങ്ങനെ പറഞ്ഞാലും മതി, ഒരു യൂസറിന് സർവീസസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ലെയറിന്റെ രണ്ടാമത്തെ വർക്ക്. ആപ്ലിക്കേഷൻ ലെയർ വർക്ക് ബേസ്ഡ് ഓൺ പോർട്ട് നമ്പേഴ്സ്. പോർട്ട് നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രിയേഷൻ, പ്രൊവൈഡ് സർവീസ് ടു യൂസർ, ആൻഡ് തേർഡ് വൺ എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറയുന്നത് പോർട്ട് നമ്പേഴ്സിനെ ബേസ്. ഓക്കെ. ഇവിടെ നിങ്ങൾ അടുത്ത ലെയർ നോക്കാൻ വേണ്ടി പോകുന്നത് പ്രസന്റേഷൻ ലെയർ ആണ്. പ്രസന്റേഷൻ ലെയറിന് ഒരു വലിയൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ എല്ലാം കിടപ്പുണ്ട്. ഒരു കാര്യം പ്രസന്റ് ചെയ്യുക. എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഏത് ഫോർമാറ്റിലാണ്, ഏത് ഫോർമാറ്റാ, ബൈനറി ഫോർമാറ്റ്. യെസ്, ബൈനറി. ആ ബൈനറി നമുക്ക് കുറെ കൊണ്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ല മനസ്സിലാവും, നമുക്ക് മനസ്സിലായല്ലോ. ഹ്യൂമൻ ബീങ് ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല, അത് സിസ്റ്റം ലാംഗ്വേജ് ആണ് അല്ലെ. അപ്പൊ നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, കാണാൻ പറ്റുന്ന രീതിയിൽ അവർ കൺവേർട്ട് ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലോട്ട് എത്തിച്ചേരുന്ന ലെയർ ആണ് പ്രസന്റേഷൻ ലെയർ എന്ന് പറയുന്നത്. പ്രസന്റേഷൻ ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺവേർട്ടിംഗ് ഡാറ്റ ഇൻ ടു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലോട്ട്. അത് നമ്മൾ ടെക്നിക്കലി വിളിക്കുന്ന പേരാണ്, സ്റ്റാൻഡേർഡ് വിളിക്കുന്ന പേരാണ് എൻകോഡിംഗ് ആൻഡ് എന്താ വിളിക്കുന്നത്, ഡീകോഡിംഗ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുന്നത്, എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. ഈ രീതിയിലാണ് നമ്മൾ നെറ്റ്വർക്കിംഗ് ലാംഗ്വേജിൽ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കുക, ഞാൻ പറയുന്ന പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം, നിങ്ങൾക്ക് പിന്നീടാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. ഹ്യൂമൻ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ് ടു ഹ്യൂമൻ ലാംഗ്വേജ്.
അത് നോട്ട് ചെയ്താൽ മതി. നമുക്ക് എൻകോഡിങ് ഡീകോഡിങ് പറയുന്ന കാര്യങ്ങളൊന്നും എപ്പോഴും ഓർത്തിരിക്കണമെന്നില്ല. നമ്മൾ എന്തൊരു കാര്യം പഠിക്കുമ്പോഴും നമ്മളത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. പറഞ്ഞ പോലെ മനസ്സിലായോ? നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്, അതായത് നമ്മൾ റിയൽ ടൈമിൽ പോകുന്ന സമയത്ത് ആരും നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല, എൻകോഡിങ് എന്താണ് ഡീകോഡിങ് ചോദിക്കുന്നില്ല. നമ്മളത് മനസ്സിലാക്കി അത് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാർ. അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ മനസ്സിലാവുന്നത് ആ രീതിയിൽ തന്നെ ചോദിച്ചോളൂ. ഹ്യൂമൻ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ് ടു ഹ്യൂമൻ ലാംഗ്വേജ്. അതാണ് എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത സർവീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. ചെറിയ രീതിയിൽ ഒരു സെക്യൂരിറ്റി ഒക്കെ നമുക്ക് ആര് തരുന്നുണ്ട്? പ്രസന്റേഷൻ ലെയർ നമുക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ കംപ്രഷൻ ആൻഡ് ഡീകംപ്രഷൻ. കംപ്രഷൻ ആൻഡ് ഡീകംപ്രഷൻ. ഇത് നിങ്ങൾ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും. പണ്ടൊക്കെ മെയിലൊക്കെ ചെയ്യുന്ന സമയത്ത് കംപ്രസ് ചെയ്തിട്ട് അയക്കുന്നുണ്ട്. അതൊക്കെ പണ്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ആരെ സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മുടെ പ്രസന്റേഷൻ ലെയർ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ 7 ലെയറും കഴിയുന്ന സമയത്ത് ഒരു വീഡിയോ ഒരു ഡിവൈസിന് അടുത്ത ഡിവൈസിലൂടെ അയക്കുന്ന രീതിയിലെല്ലാം പറഞ്ഞുതരാം. ആ സമയത്ത് ഈ പറഞ്ഞ ഓരോ ലെയറിനകത്ത് യൂസ് ചെയ്യുന്ന കണ്ടന്റിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി നല്ല രീതിയിൽ ധാരണ കിട്ടും. ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണ്? ആപ്ലിക്കേഷൻ അതിനകത്ത് വരുന്ന കാര്യങ്ങളില്ല, പ്രസന്റേഷൻ അതിനകത്ത് വരുന്ന കാര്യങ്ങളില്ല. എന്നാൽ ഒരു വീഡിയോ ഫയൽ ഒരു ഡിവൈസിന് അടുത്ത ഡിവൈസിലോട്ട് പോകുമ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലാസ്റ്റ് മറ്റും കണക്ട് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ്. അടുത്ത ലെയറിലോട്ട് നമ്മൾ ജമ്പ് ചെയ്യണം. ഡാറ്റയ്ക്ക് മാറ്റമൊന്നുമില്ല, ഡാറ്റ തന്നെയായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാറ്റം വരുന്നുണ്ട്. എവിടെ എത്തുമ്പോഴായിരിക്കും? ട്രാൻസ്പോർട്ട് ലെയറിലൊക്കെ എത്തുന്ന സമയത്ത് ഡാറ്റയ്ക്ക് മാറ്റങ്ങൾ വരും. ഓക്കെ, അടുത്ത ലെയർ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? സെഷൻ ലെയർ ആണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ഒരു സെഷൻ എസ്റ്റാബ്ലിഷ് ആവും അല്ലേ? അത് മെയിൻറ്റെയിൻ ചെയ്യണം, അത് ടെർമിനേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു വീഡിയോ ആണെങ്കിലും അത് എപ്പോൾ തുടങ്ങും, എത്ര നേരം അത് വർക്കാവും, അത് എപ്പോൾ കഴിയും, ഇങ്ങനെ എല്ലാത്തിലും ഉണ്ടാവില്ലേ? എന്തിനും ഒരു ടൈം ഉണ്ടാവില്ലേ? എക്സാമ്പിൾ, ഒരു ജിമെയിൽ. നിങ്ങൾ ജിമെയിൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുന്നു. അപ്പോൾ ഒരു സെഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ആവുന്നു, റൈറ്റ്? ഇത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഫോർ എക്സാമ്പിൾ, പുതിയ മെയിലുകൾ നമുക്ക് നോക്കുന്നു, വേണ്ട ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു, വേണ്ടത് ഡിലീറ്റ് ചെയ്യുന്നു. ഇതിനെ നമുക്ക് മെയിൻറ്റെയിനിങ് പറഞ്ഞൂടെ? മെയിൻറ്റെയിനിങ്. അത് കഴിഞ്ഞ് നിങ്ങൾ എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അതിന് സൈൻ ഔട്ടിങ്, അതിന് നമുക്ക് ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞൂടെ? ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വരുന്നില്ലേ? ഈ ഒരൊറ്റ കാര്യമല്ല, എക്സാമ്പിൾ ജിമെയിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്ത് വരുന്നുണ്ട്? ഒരു സെഷൻ എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട്, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിനെ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു ജിമെയിൽ എന്നുള്ളത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വരുന്നുണ്ട്. ഒരു വീഡിയോ ഫയൽ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ, അത് എപ്പോൾ തുടങ്ങും, എത്ര നേരം അതുണ്ടാവും, അത് എപ്പോൾ കഴിയും, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ഏത് ലെയറാ? നമ്മുടെ സെഷൻ ലെയറാണ്. അങ്ങനെ എല്ലാത്തിലും കാണില്ല, എല്ലാ കാര്യങ്ങൾക്കും കാണില്ലേ? നിങ്ങൾ ജനറലി ഒന്ന് കണക്ട് ചെയ്ത് നോക്ക്. എക്സാമ്പിൾ ജിമെയിൽ, യാഹൂ മെയിൽ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും എന്തുണ്ടാവും? ഈ സെഷൻ എസ്റ്റാബ്ലിഷിംഗ് ഉണ്ടാവും, മെയിൻറ്റെയിനിങ് ഉണ്ടാവും, ടെർമിനേറ്റിംഗ്. ക്ലിയർ? അടുത്ത ലെയർ, നമ്മുടെ മെയിൻ ലെയർ ആയിട്ടുള്ള ലെയറിലോട്ട് നമ്മൾ ജമ്പ് ചെയ്യണം. പറഞ്ഞോളൂ. ഇല്ല, ഒന്നുമില്ല, ഞാൻ ഓക്കെ പറഞ്ഞു. ഓക്കെ, അടുത്ത മെയിൻ ലെയർ ഒന്നും മാറ്റില്ല, ഫ്ലോ കറക്റ്റ്. അടുത്ത മെയിൻ ലെയർ ആണ് ട്രാൻസ്പോർട്ട് ലെയർ. എൻഡ് ടു എൻഡ് കണക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഹെർട്ടോക് വോയിസ് നമുക്ക് വേണമെങ്കിൽ പറയാം, ഡെസ്ക്ടോപ്പ് ലെയർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം മെയിൻ ഫങ്ഷൻസ് വരുന്നത് എവിടെയാണ്? ട്രാൻസ്പോർട്ട് ലെയർ എന്നതാണ്. എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഐഡന്റിഫൈങ് സർവീസ്, ഇതെല്ലാം ഡീപ്പ് തന്നെ പറഞ്ഞുതരാം. സെഗ്മെന്റേഷൻ, സീക്വൻസിങ് ആൻഡ് റീഅസംബ്ലിംഗ്, എറർ കറക്ഷൻ ആൻഡ് ഫ്ലോ കൺട്രോൾ അഥവാ വിൻഡോയിങ്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് കണക്ട് ആവും. ഓക്കെ, നമുക്ക് സർവീസസ് നമ്മൾ പറഞ്ഞല്ലോ, സർവീസസ് പറഞ്ഞു. ഇപ്പൊ 2 തരത്തിലുള്ള സർവീസസ് നമുക്ക് വരുന്നത്, TCP ആൻഡ് UDP. കേട്ടിട്ടുണ്ടാവുമല്ലോ, TCP ആൻഡ് UDP. നമുക്ക് സർവീസസ് നമ്മൾ രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കാറ്റഗറി. എന്തൊക്കെയാണ്? TCP ആൻഡ് UDP. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, അതുപോലെ തന്നെ യൂസർ ഡാറ്റ പ്രോട്ടോകോൾ. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നുള്ളത് ഒരു എക്സാമ്പിൾ സാഹിബ് പറഞ്ഞുതരാം. 2 ഡിവൈസസ്. ഓക്കെ, ഇത് A പറയുന്ന PC, ഇത് B പറയുന്നത്. A പറയുന്ന PCക്ക് ഒരു 3 അപ്ഡേഷൻസ് അല്ലെങ്കിൽ സെഗ്മെന്റ്സ് എങ്ങോട്ട് അയക്കണം? B പറയുന്ന PCയിലോട്ട് അയക്കണം. അപ്പൊ ആദ്യത്തെ പാക്കറ്റ് അയക്കുന്നു, ദെൻ രണ്ടാമത്തെ പാക്കറ്റ് നമുക്ക് എന്ത് കിട്ടണം? എക്സാമ്പിൾ, അവിടെ ആ പാക്കറ്റ് കിട്ടി എന്നുള്ള ഒരു അക്നോളജ്മെന്റ് രൂപത്തിൽ എനിക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ അടുത്ത പാക്കറ്റ് എന്ത് ചെയ്യുള്ളൂ? അയക്കുകയുള്ളൂ. അല്ലാണ്ട് അയച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആലോചിച്ച് നോക്കൂ. നമുക്ക് കുറച്ച് ഡാറ്റ കൂടി സെൻഡ് ചെയ്യാനുണ്ട്. അപ്പൊ എനിക്ക് റിപ്ലൈ വന്നില്ല, റിപ്ലൈ വരാതെ അയക്കാൻ ഞാൻ എന്ത് ചെയ്യില്ല, പിന്നെയും ആദ്യത്തെ പാക്കറ്റ് തന്നെയായിരിക്കും എഗൈൻ ഞാൻ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എപ്പോഴാണോ റിപ്ലൈ കിട്ടുന്നത് അപ്പോൾ മാത്രമേ ഞാൻ രണ്ടാമത്തെ പാക്കറ്റ് എന്ത് ചെയ്യുള്ളൂ? നൈബർഹുഡ് സെൻഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വേസ്റ്റ് ആയിക്കൂലേ? ഒരു കാര്യം അയക്കുന്ന പോലെ ആവില്ലേ? ഓക്കെ, അപ്പോ ഇതിനെ വിളിക്കുന്ന പേരാണ് കണക്ഷൻ ഓറിയന്റ്. എന്താ വിളിക്കുന്നത്? കണക്ഷൻ ഓറിയന്റ്. പക്ഷേ ഇത് എവിടെ ഇല്ല? UDP കാർട്ടില്ല. എക്സാമ്പിൾ, ഒരു ലൈവ് സ്ട്രീമിംഗ്, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് റെസ്യൂം പറ്റുമോ?
റെസ്യൂം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ഏതിന് അണ്ടറിലായിരിക്കും? UDPയുടെ UDP. അണ്ടറിലായിരിക്കും വരുന്നത്. അപ്പൊ കണക്ഷൻ ഓറിയന്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തുകൂടി കിട്ടും? അക്നോളജ്മെന്റ് കിട്ടും അല്ലെ, റിപ്ലൈ കിട്ടും. എവിടെ ഇല്ല? UDPക്കകത്തില്ല. UDP ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും, ലൈവ് സ്ട്രീമിംഗ് എക്സാമ്പിൾ. അതേപോലെ തന്നെ റിപ്ലൈ വരുന്നതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? TCP റിലയബിൾ ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അൺറിലയബിൾ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇവിടെ കുറച്ച് സ്ലോവർ ആണ്. സ്ലോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDPനെ അപേക്ഷിച്ച് സ്ലോവർ, ബിക്കോസ് ഇയാൾ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല? റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ TCP അപേക്ഷിച്ച് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതൊരു സ്ലോവേ അല്ല. ഈ UDPനെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ മാത്രമേ ഒരു സ്ലോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം TCP ആണെങ്കിലും UDP ആണെങ്കിലും ഇതെന്താണ്? ഇവരും എന്താണ്? ഒരു സർവീസ് തന്നെയാണ്. അപ്പൊ അവർക്ക് എന്തുണ്ടാവും? പോർട്ട് നമ്പേഴ്സ് ഉണ്ടാവും. കുറച്ച് എക്സാമ്പിൾസ് താഴെ കൊടുക്കുന്നുള്ളൂ. ഇതാണ് ഐഡന്റിഫൈ സർവീസ്. ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യേണ്ട വരുന്നത് TCP ആണോ UDP ആണോ എന്ന് തിരിച്ചറിയുന്ന എല്ലാം ഏത് ലെയറിനകത്താണ്? നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയറിനകത്ത്. ഇനി അടുത്ത സെഗ്മെന്റ്, സെഗ്മെന്റേഷൻ. സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഡാറ്റ കട്ട് ഇൻ ടു സ്മോൾ പീസസ്. എന്താണ് ഡാറ്റ കട്ട് ഇൻ ടു സ്മോൾ പീസസ്? എല്ലാ ഡാറ്റയും എന്ത് ചെയ്യും? പീസ് ആക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? നൈബറിലോട്ട് അയക്കുന്നത്. എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ വിശദമായി പറഞ്ഞുതരാം. ഈ ഒരു പോയിന്റ് മാത്രം അറിഞ്ഞിരിക്കുക. ഡാറ്റ കട്ട് ഇൻ ടു സ്മോൾ പീസസ് ഇസ് കോൾഡ് സെഗ്മെന്റേഷൻ. അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഡാറ്റയെ പീസ് ആക്കി മാറ്റുന്നതാണ് സെഗ്മെന്റേഷൻ. ഇനി അടുത്തത് അതിന് ബേസ് ചെയ്ത് തന്നെ വരുന്നതാണ് സീക്വൻസിങ് ആൻഡ് റീഅസംബ്ലിംഗ്. നേരത്തെ പോലെ ഡാറ്റ എന്ത് ചെയ്തു? പീസ് ആക്കിയിട്ട് എങ്ങോട്ട് അയക്കുന്നു? നൈബറിലോട്ട് അയക്കുന്നു. നൈബർ അത് റിസീവ് ചെയ്യുന്ന രീതി നോക്കിക്കേ. ഇങ്ങനെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ? പെർഫെക്റ്റ് ഡാറ്റ ആവോ? ഇല്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ PCA സെൻഡ് ചെയ്യുന്ന സമയത്ത് എത്ര പീസസ് ഉണ്ടോ അതിന് കറസ്പോണ്ട് ആയിട്ട് റീഅസംബിൾ ചെയ്യാൻ വേണ്ടി സീക്വൻസ് നമ്പർ കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ആഡ് ചെയ്തിട്ടാണ് നൈബറിലോട്ട് പോകുന്നതെങ്കിൽ നൈബർ നേരത്തെ പോലെ എന്താണ്? റോങ് ആയിട്ട് തന്നെയാണ് റിസീവ് ചെയ്യുന്നത്. പക്ഷെ ആ സീക്വൻസ് നമ്പറിനെ ബേസ് ചെയ്ത് പുള്ളിക്കാരൻ എന്ത് ചെയ്തോളും? അതിന് ഓർഡറിലായിക്കോളും. ഇതാണ് റിയൽ ടൈമിൽ നടക്കുന്നത്. നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന കേസസ് ആണ്. എക്സാമ്പിൾ, നിങ്ങൾ മൂവീസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാറില്ലേ? പണ്ടൊക്കെ ഞാൻ കൂടുതൽ യൂസ് ടോറന്റ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ടെലിഗ്രാം ഒക്കെ വന്നതിന് ശേഷം അധികം ഇല്ല. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് കുറേ വ്യത്യസ്തമായിട്ട് കളേഴ്സ് കാണാം അല്ലെ? ഫൈനലി ആണ് അത് ഒരു കളറായി മാറുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടോറന്റ് യൂസ് ചെയ്തിട്ട് അറിയാൻ പറ്റും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓക്കെ, അവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പീസസ് ആണ് നമ്മൾ അവിടെ റിസീവ് ചെയ്തിരിക്കുന്നത്. അത് ഡൗൺലോഡിങ് സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആ ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, ഓക്കെ, പക്ഷെ വേറെ പീസസ് ആയിട്ടാണ്. ഈ കാണുന്ന പീസസ് പല സീക്വൻസിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അവിടെ റിസീവ് ചെയ്യുന്നത്. ഫൈനലി ആണ് എന്ത് ചെയ്യുന്നത്? സീക്വൻസ് നമ്പറിനെ ബേസ് ചെയ്ത് റീഅസംബിൾ ചെയ്തിട്ട് ഒരു ഫയൽ ആവുന്നത്. ഞാൻ പറഞ്ഞത് റിയൽ ടൈമിൽ നടക്കുന്ന കേസാണ് പറയുന്നത്. നിങ്ങളിപ്പോ IDM യൂസ് ചെയ്തിട്ടോ ടോറന്റ് യൂസ് ചെയ്തിട്ടോ എന്ത് യൂസ് ചെയ്തിട്ടാണെങ്കിലും, ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ടെലിഗ്രാം യൂസ് ചെയ്തിട്ടാണെങ്കിലും ആ ഫൈനലി ഒരു റൗണ്ട് അടിക്കുന്നുണ്ടോ? അത് സീക്വൻസ് നമ്പേഴ്സിനെ ബേസ് ചെയ്ത് ആ ഫയലിനെ ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോഴാണ് ആ ഫയൽ എന്താവുന്നത്? നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ വായിക്കാൻ വേണ്ടി പറ്റുന്നതൊക്കെ അല്ലെ? ഇത് റിയൽ ടൈമിൽ നടക്കുന്നില്ലേ? ഇനി വേറൊരു കാര്യം, ഇപ്പോൾ ഇതിനകത്ത് ഇത് പീസ് ആക്കാനുള്ള വേറൊരു റീസൺ കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഒരു 5 GB ഡാറ്റയാണ് ഡൗൺലോഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഇങ്ങനെ പീസസ് ആക്കാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ 99% വെച്ച് എന്തോ സംഭവിച്ചു. ഓക്കെ, അതെന്താ സംഭവിക്കുക? ആ ഫുൾ ഫയലും പോലെ ഒരു 1% വേണ്ടിയിട്ട് നിങ്ങൾ 5 GB ഡാറ്റ ലോസ് ആണ് അവിടെ. എന്തുകൊണ്ടാണ്? അതൊരു സിംഗിൾ ഫയൽ ആയതുകൊണ്ടാണ്. സിംഗിൾ ഫയൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇനി എന്തെങ്കിലും കാരണവശാൽ പീസസ് ആക്കിയിട്ടുള്ള സമയത്താണെന്ന് വിചാരിച്ചോളൂ, നമുക്ക് ആ ഒരു പീസ് മാത്രം എന്ത് ചെയ്താൽ മതി? റെസ്യൂം ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഫുള്ളും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? 1% നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെല്ലാം ഇതിന്റെ ഒരു പാർട്ടാണ്. സീക്വൻസിങ് ആൻഡ് റീഅസംബ്ലിംഗ് പറയുന്ന സാധനം ഇല്ല എങ്കിൽ നിങ്ങൾ ആലോചിക്കും, ആ 5 GB ഡാറ്റ എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷോ ഏതാണോ മിസ്സിംഗ് പീസ്, ആ മിസ്സിംഗ് പീസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? റീകളക്ട് ചെയ്താൽ മതി. ഇതേ ഇങ്ങനെ. അതിന് വിളിക്കുന്ന പേരാണ് എറർ കറക്ഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഫയൽ സെൻഡ് ചെയ്യുന്നു, ഹലോ ഹൗ ആർ യു സെൻഡ് ചെയ്യുന്നു, പീസ് ആക്കിയിട്ട് നൈബറിലോട്ട് അയക്കുന്നു. എന്തോ ഒരു കാരണവശാൽ നൈബർ അത് റിസീവ് ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു പീസ് മിസ്സിംഗ് ആയി. പുള്ളിക്കാരൻ സീക്വൻസ് നമ്പർ വെച്ച് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ മനസ്സിലായി ഒരു പീസ് മിസ്സിംഗ് എന്നുള്ള കാര്യം. റിയൽ ടൈം നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു പീസ് മാത്രം ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യും? PCAയിലോട്ട് റിക്വസ്റ്റ് അയക്കും. ഇത്രാമത്തെ സെഗ്മെന്റ് എനിക്ക് മിസ്സിംഗ് ആണ് എന്നിട്ട് അയക്കുന്ന സമയത്ത് നമ്മുടെ A പറയുന്ന PC എന്ത് ചെയ്യും? നൈബറിലോട്ട് തിരിച്ചയക്കുന്നു. അങ്ങേരെ എവിടെ കൊണ്ട് ഫിക്സ് ചെയ്യുന്നു? മിസ്സായ പോർഷൻ കൊണ്ട് ഫിക്സ് ചെയ്യുന്നു. ഈ രീതിയിലാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു എറർ കറക്ഷൻ നടക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്, പെർഫെക്റ്റ്. ഇനി ഫൈനൽ
പോയിന്റ് ആണ് ഫ്ലോ കൺട്രോൾ അഥവാ വിൻഡോയിങ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ 2 PC ഉണ്ട്. ഓക്കെ, ഇപ്പൊ ആക്ച്വലി ഇതൊരു പെർഫോമൻസ് ടെസ്റ്റിംഗ് നമുക്ക് വേണമെങ്കിൽ പറയാം. എക്സാമ്പിൾ ഈ കാണുന്ന PC ഒരു 4 GB റാം ഉള്ളതാണ്, ഇതൊരു 2 GB റാം ഉള്ളതാണ്. അപ്പൊ പെർഫോമൻസ് ബേസ് നമുക്കറിയാം കൂടുതൽ ആർക്കായിരിക്കും PC-A ആയിരിക്കും കൂടുതൽ പെർഫോം ചെയ്യുന്നത്. അങ്ങനെ PC-A ഒരു കാര്യം തീരുമാനിച്ചു, കുറച്ച് ഫയൽസ് എങ്ങോട്ട് സെൻഡ് ചെയ്യാനുണ്ട്, ബിയിലോട്ട് സെൻഡ് ചെയ്യാനുണ്ട്. അപ്പൊ ഒരു ടെസ്റ്റ് നടത്തുന്നത് ആദ്യം ഒരു 3 ഫയൽ ഒരുമിച്ച് അങ്ങോട്ട് അയക്കുന്നു. ഒരുമിച്ച് അയച്ചപ്പോൾ പുള്ളിക്കാരൻ 3 റിസീവ് ചെയ്തുകൊണ്ടുള്ള ഇൻഫർമേഷൻ എനിക്ക് കിട്ടി, റിപ്ലൈ കിട്ടി 3 ഓഹോ, അപ്പൊ പുള്ളിക്കാരൻ അത്യാവശ്യം കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്തു, ഒരു 5 വെച്ച് ഞാൻ ഒരുമിച്ച് അയക്കാൻ വേണ്ടി ശ്രമിച്ചു. നൈബറോട്ട് അയച്ചു, നൈബറിന് 4 വരെ അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റുള്ള റിസീവ് ചെയ്യുന്ന കാര്യം എനിക്ക് അക്നോളജ്മെന്റിലൂടെ മനസ്സിലായി. ഇനി ഞാൻ ഏത് റേഷ്യോയിലായിരിക്കും അയക്കുന്നത് നൈബറിലോട്ട്? 4 വെച്ച് ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഇത് മനസ്സിലായല്ലോ. ഇത് ആക്ച്വലി കേപ്പബിലിറ്റി ചെക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഓപ്പോസിറ്റ് പേഴ്സന്റെ കഴിവ് മനസ്സിലാക്കിയിട്ട് ആ റേഷ്യോയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ ലാപ്ടോപ്പിൽ പെൻഡ്രൈവ് കൊണ്ട് കണക്ട് ചെയ്യാറുണ്ട് അല്ലേ? നിങ്ങൾ ആ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് നമ്മൾ പേസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടിങ് സമയത്ത് ചെറിയൊരു ഡിലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ പെട്ടെന്ന് പേസ്റ്റ് ആവുന്ന കാണാം. എന്ന് വെച്ചാൽ നമ്മുടെ ലാപ്ടോപ്പ് ആ പെൻഡ്രൈവിന്റെ സ്പീഡ് സെൻസ് ചെയ്തിട്ട് അയാളുടെ കേപ്പബിലിറ്റി മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിലോട്ട് ഫയൽസ് സെൻഡ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഫ്ലോ കൺട്രോൾ ആണ് അവിടെ നടക്കുന്നത്, അഥവാ വിൻഡോയിങ് ആണ് അവിടെ നടക്കുന്നത്. അത് ഏത് ഡിവൈസ് ആയിക്കോട്ടെ, നിങ്ങൾ ലാപ്ടോപ്പ് ടു ലാപ്ടോപ്പ് കണക്ട് ചെയ്യണമെങ്കിലും അവർ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടുപേരുടെ സ്പീഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു റേഷ്യോയിൽ അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ സ്റ്റാർട്ടിങ് ഒരു ഡിലേ നിങ്ങൾ കാണുന്നത് എന്താണ്, ഫ്ലോ കൺട്രോൾ അഥവാ വിൻഡോയിങ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഡാറ്റ ഫ്ലോ മാറ്റങ്ങളൊന്നുമില്ല, എല്ലാം ഒരേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പം നമ്മൾ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തില്ലേ, സെഗ്മെന്റ് ചെയ്തു, സീക്വൻസ് നമ്പർ ഒക്കെ ആഡ് ചെയ്തു. ഇത് എവിടെയെങ്കിലും വെക്കണ്ടേ? ഈ ഡാറ്റയുടെ കൂടെ വെക്കാൻ പറ്റുള്ളൂ നമുക്ക്. ഈ ഡാറ്റയുടെ കൂടെ നമ്മൾ എന്ത് പിൻ ചെയ്ത് വെക്കുന്നു? ഇപ്പൊ ചേഞ്ചസ് വന്നിരിക്കുന്ന എന്തൊക്കെ മാറ്റങ്ങളാണോ നമ്മൾ അഡീഷണൽ ആയിട്ട് വരുത്തിയിരിക്കുന്നത്, അത് ഈ ഡാറ്റയുടെ കൂടെ നമുക്ക് വെക്കണം. ഓക്കെ, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പോർട്ട് ഹെഡർ എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്? ട്രാൻസ്പോർട്ട് ഹെഡർ. ഇപ്പൊ ഇത്രയും നേരം ഡാറ്റയ്ക്ക് ഒരു മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ട്രാൻസ്പോർട്ട് ഹെഡർ ആഡ് ചെയ്തപ്പം അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സെഗ്മെന്റ്. ഡാറ്റ തന്നെയാണ്, ചെറിയൊരു മാറ്റങ്ങൾ വന്നപ്പോൾ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് പേര് മാറ്റണമല്ലോ. അപ്പൊ ആ ഡാറ്റ ഇപ്പൊ എന്താ വിളിക്കുന്നത്? ട്രാൻസ്പോർട്ട് ലൈനകത്ത് എന്താ വിളിക്കേണ്ടത്? സെഗ്മെന്റ് എന്നാണ് നമ്മൾ വിളിക്കേണ്ടത്. എന്താ വിളിക്കേണ്ടത്? സെഗ്മെന്റ്. ഇനി നമ്മുടെ ആസ് എ നെറ്റ്വർക്ക് എഞ്ചിനീയർ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ലോഡ് വരുന്ന സെഷനാണ് നമുക്ക് അടുത്ത് വരുന്നത് നെറ്റ്വർക്ക് ലെയർ. ഈ ഹെഡറിൽ എന്തൊക്കെയാണ് വരുന്നത്? സീക്വൻസ് നമ്പറും എന്താണ് അല്ല, ഈ ഹെഡറില് സെഗ്മെന്റ് ഹെഡറിൽ എന്തൊക്കെയാണ് വരുന്നത്? സീക്വൻസ് നമ്പർ ഉണ്ടാവും, സീക്വൻസ് നമ്പറിനെ ബേസ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും സെഗ്മെന്റ്, അതായത് പീസ് ആക്കി എത്ര പീസസ് ആക്കി എന്നുള്ളതുണ്ടാവും, എന്താണ് സീക്വൻസ് നമ്പർ എന്നുണ്ടാവും, മനസ്സിലായി? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. എന്തൊക്കെ ട്രാൻസ്പോർട്ട് ലൈനകത്ത് എന്തൊക്കെ ചേഞ്ചസ് നമ്മൾ വരുത്തുമോ അതെല്ലാം തന്നെ അതിനകത്ത് ഉണ്ടാവും. ട്രാൻസ്പോർട്ട് ലൈൻ ചെയ്ത വർക്ക് എല്ലാം അതിനകത്ത് ഉണ്ടാവും. എന്നാലേ മറുവശത്ത് പോകുന്ന സമയത്ത് ഡീക്യാപ്സുലേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് അത് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇവിടുന്ന് ആഡ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇനി ഡീക്യാപ്സുലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം, അതൊന്നും കാണിച്ചു തരാം. ഓക്കെ, നെറ്റ്വർക്ക് ലെയർ നമുക്ക് ഏറ്റവും കൂടുതൽ വർക്ക് വരുന്ന സെക്ഷനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ റൗട്ടർ എന്ന് പറയുന്ന ഡിവൈസ് ആണ് ഇതിന് എക്സാമ്പിൾ. അതായത് റൗട്ടർ നെറ്റ്വർക്ക് ലെയറിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. 2 കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. നെറ്റ്വർക്ക് ലെയർ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലോട്ട് മൾട്ടിപ്പിൾ പാത്തുകൾ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ബെസ്റ്റ് പാത്ത് കണ്ടുപിടിച്ചിരുന്ന ആരാണ്? നമ്മുടെ നെറ്റ്വർക്ക് ലെയർ ആണ്. അതുപോലെ തന്നെ ഡിഫറെന്റ് നെറ്റ്വർക്കുകളിൽ തമ്മിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ലാനുകളിൽ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ നെറ്റ്വർക്ക് ലെയർ ആണ്. ആ പോയിന്റ് ഓർത്തിരിക്കുക, ബെസ്റ്റ് പാത്ത് ഫൈൻഡ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയർ ആണ്. ഡിഫറെന്റ് ലാനുകളിൽ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ നെറ്റ്വർക്ക് ലെയർ ആണ്. നെറ്റ്വർക്ക് ലെയറിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് നമ്മുടെ സ്വിച്ച് എന്ന് പറയുന്നത്. ഇതിനകത്ത് എല്ലാം സപ്പോർട്ട് ചെയ്യും. ലോജിക്കൽ അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഐഡിയ? നമ്മുടെ IP അഡ്രസ്സിനെ വിളിക്കുന്ന പേരാണ് ലോജിക്കൽ അഡ്രസ് എന്ന് വിളിക്കുന്നത്. ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അഡ്രസ്സിലെ ലോജിക്കൽ അഡ്രസ് എന്ന് പറയാം. അതുപോലെ ഫിസിക്കൽ അഡ്രസ്സിന് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? മാക് അഡ്രസ്. അത് നമ്മുടെ മൊബൈലിനകത്ത് വരുന്ന IMEI നമ്പറൊക്കെ എന്താണ്? ഫിസിക്കൽ അഡ്രസ്. ഇവിടെ IP അഡ്രസ് എല്ലാം ഏത് ലാനകത്ത് സപ്പോർട്ട് ചെയ്യും? നെറ്റ്വർക്ക് ലാനകത്ത് സപ്പോർട്ട് ചെയ്യും. മെയിൻലി നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ലാനുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന, ഔട്ട്സൈഡിലോട്ട് വന്ന് കണക്ഷൻ കൊടുക്കുന്നു. മെയിൻ ആയിട്ട് നമ്മൾ 2 പാർട്ടായിട്ടാണ് പറയുന്നത്, റൗട്ടഡ് പ്രോട്ടോകോൾസ് ആൻഡ് റൗട്ടിംഗ് പ്രോട്ടോകോൾസ്. റൗട്ടർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ IP അഡ്രസ് തന്നെ വിളിക്കുന്ന പേരാണ് റൗട്ടഡ്. വിളിക്കുന്നത് റൗട്ടഡ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്? റൗട്ടിംഗ് പ്രോട്ടോകോൾസ് നമുക്ക് വരുന്നുണ്ട്. അതിനകത്ത് മോസ്റ്റ്ലി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ 2 പ്രോട്ടോകോളാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം IP അഡ്രസ് പോലെ വേറെ എന്തെങ്കിലും സാധനം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളത് യൂസ് ചെയ്യാറൊന്നുമില്ല. IPX, AppleTag എന്ന് പറയുന്ന 2 ലോജിക്കൽ അഡ്രസ് കൂടി നമുക്ക് എന്താണ് അവൈലബിൾ ആണ്.
ബട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ IP അഡ്രസ് ആണ്. അറിഞ്ഞിരിക്കുക IPX AppleTag എന്ന് പറയുന്ന 2 ലോജിക്കൽ അഡ്രസ്സും കൂടി നമുക്ക് അവൈലബിൾ ആണ് മനസ്സിലാക്കിയിരിക്കുക. അത് എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, അത് ആപ്പിളിന്റെ ബേസ് ഡിവൈസസിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ അത് നമ്മൾക്ക് പറ്റില്ല. എന്താ വെച്ചാൽ ഒരവിടെ ആപ്പിൾ ടാഗ് യൂസ് ചെയ്ത് മറ്റവിടെ IP അഡ്രസ് വർക്ക് ആവില്ല. ഓക്കെ. അതുകൊണ്ട് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് IP അഡ്രസ്. ഞാനതൊരു കൗതുകം കണ്ടപ്പോൾ ഇങ്ങനെ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അറിയണ്ടേ, നിങ്ങൾ അറിയണല്ലോ IPX AppleTag ഒരു ധാരാളങ്ങളുണ്ട്. ഓക്കെ, IP തന്നെ യൂസ് ചെയ്യുന്നെങ്കിലും അറിഞ്ഞിരിക്കുക, നമ്മൾ മറ്റുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക നോളജിന് വേണ്ടിയിട്ട്, അല്ലാണ്ട് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ റൗട്ടഡ് എന്ന് പറഞ്ഞാൽ IP അഡ്രസ് ആണ്. റൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, റൗട്ടിംഗ് പ്രോട്ടോകോൾസ് ആണ്. ഓക്കെ, അപ്പൊ IP അഡ്രസ് മാത്രം എല്ലാവരും സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് കാര്യം നടക്കണമെങ്കിൽ ആര് വേണം, റൗട്ടിംഗ് പ്രോട്ടോകോൾസ് കൂടി വേണം. നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരുടെ സഹായമുണ്ട്, OSPF EHRP പോലുള്ള റൗട്ടിംഗ് പ്രോട്ടോകോൾ സഹായമാണ്. എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. റൗട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ 2 ഡിവൈസുകൾ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് റൗട്ടറിന്റെ ആവശ്യമുണ്ടോ? 2 കമ്പ്യൂട്ടേഴ്സ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ഒന്നിലധികം ഡിവൈസിന് നമുക്ക് ആരുടെ സഹായം മതി, സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസിന് സഹായം മതി. അപ്പോൾ നമുക്ക് ആരുടെ ആവശ്യമില്ല, റൗട്ടറിന്റെ ആവശ്യമില്ല. റൗട്ടറിന്റെ ആവശ്യപ്പെടാൻ നമുക്ക് വരുന്നത് ഒന്നിലധികം പാത്തുകൾ ഡെസ്റ്റിനേഷനോട്ട് പോകാനുണ്ടെങ്കിൽ മസ്റ്റ് നമുക്ക് ആരുടെ സഹായം വേണം, റൗട്ടറിന്റെ സഹായം വേണം. 2 കമ്പ്യൂട്ടേഴ്സ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് സെയിം റേഞ്ചിനകത്ത് വരുന്ന IP അഡ്രസ് മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ ഹെല്ലോ ഹവാറി അയക്കുന്നു, അതിനകത്ത് എന്തായിരിക്കും ഉണ്ടാവുക, സോഴ്സ് IP ഡെസ്റ്റിനേഷൻ IP മാത്രമായിരിക്കും ഉണ്ടാവുക. ആ വാല്യൂ വെച്ചിട്ടായിരിക്കും അങ്ങോട്ട് പോകുന്നത്, നൈബറിലോട്ട് പോകും. അതിനുവേണ്ടി നമുക്ക് വേറെ ആരുടെയും ആവശ്യമില്ല. ഓക്കെ, റൗട്ടർ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് എന്താണ്, 2 ഡിവൈസുകൾക്ക് സെയിം നെറ്റ്വർക്ക് IP കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളും. അവിടെ നമുക്ക് എന്ത് വേണ്ട, റൗട്ടറിന്റെ ആവശ്യം. ഇനി റൗട്ടറിന്റെ ആവശ്യപ്പെട്ട് വരുമ്പോൾ നോക്കിക്കേ, ഞാനൊരു PC-കകത്ത് ഇരിക്കുകയാണ്, ഞാൻ എന്റെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്തായിരിക്കും, ഒരുപാട് വഴികൾ ഉണ്ടാവും അല്ലേ നമ്മുടെ സെർവറിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ എക്സാമ്പിൾ അതിനകത്ത് ബെസ്റ്റ് പാത്ത്, നമ്മുടെ വെബ്സൈറ്റിലോട്ട് പോകാനുള്ള ബെസ്റ്റ് പാത്ത് ഇതാന്ന് പറയുന്ന റൗട്ടർ, അത് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അടുത്തതാന്ന് പറയുന്നത്. അങ്ങനെ 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 എത്ര വഴികൾ വേണമെങ്കിലും ആര് സെലക്ട് ചെയ്തോളും, നമ്മുടെ റൗട്ടേഴ്സ് സെലക്ട് ചെയ്ത് വെച്ചോളും. നമുക്ക് എന്തായാലും കണക്ടിവിറ്റി കിട്ടും. അപ്പം ഡിഫറെന്റ് ലൊക്കേഷൻ, ഡിഫറെന്റ് പാത്തുകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആരുടെ സഹായം വേണം, ഏതെങ്കിലും റൗട്ടിംഗ് പ്രോട്ടോകോൾ സഹായം ഇല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അപ്പൊ ഇവിടെ എത്തുമ്പോൾ മാറി നമ്മുടെ സെഗ്മെന്റായി മാറി. ഇവിടെ എത്തുമ്പോൾ ആ സെഗ്മെന്റ് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സോഴ്സ് IPയും ഡെസ്റ്റിനേഷൻ IPയും പ്രോട്ടോകോൾസും ഇൻഫർമേഷൻസ് ഒക്കെ ആഡ് ചെയ്യുന്നു അല്ലെ, അതും എന്ത് ചെയ്യണം, അതിന്റെ കൂടെ ചേർക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നെറ്റ്വർക്ക് ഹെഡർ അവിടെ എന്താവുന്നു, ബിൽഡ് ആവുന്നു. ക്ലിയർ? അതിന് നമുക്ക് എന്ത് വിളിക്കാം, പാക്കറ്റ് എന്ന് വിളിക്കാം. ബെസ്റ്റ് എക്സാമ്പിൾ ആരാണ്, നമ്മുടെ റൗട്ടറാണ്. റൗട്ടർ എന്ന് പറയുന്ന ഡിവൈസ് നെറ്റ്വർക്ക് ലെയർ ഡിവൈസ് ആണ്. എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത് എവിടെയാണ്, നമ്മുടെ നെറ്റ്വർക്ക് ലെയറിനെ ബേസ് ചെയ്തിട്ടാണ് റൗട്ടർ വർക്ക്. യെസ്. ഇനി ഡാറ്റ ലിങ്ക് ലെയർ, നമ്മൾ ഒരു അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കണ്ടന്റ് വരിക, തീർച്ചയായിട്ടും IP അഡ്രസ് മാത്രമല്ല, നമ്മൾ IP അഡ്രസ് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ, പക്ഷെ അതിന്റെ കൂടെ വാല്യൂ പോലെ ആരുണ്ട്, എല്ലാ പോയിന്റുകൾക്ക് എന്തുണ്ടാവും, IP അഡ്രസ് കൊടുക്കുന്ന പോയിന്റുകൾക്കെല്ലാം തന്നെ എന്താണ് ഒരു ഫിസിക്കൽ അഡ്രസ് കൂടി ഉണ്ടാവും. അതിന് വിളിക്കുന്ന പേരാണ് MAC അഡ്രസ്. അപ്പൊ ഫിസിക്കൽ അഡ്രസ് ബേസ്ഡ് വരുന്ന എല്ലാ കാര്യങ്ങളും ഏത് ലെയറാണ് കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ഡാറ്റ ലിങ്ക് ലെയർ ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്തെങ്കിലും എറേഴ്സ് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ CRC ചെക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ, CRC ചെക്ക്, സൈക്കിൾ റിഡൻഡൻസി ചെക്ക് എന്നൊക്കെ പറയും. എറേഴ്സ്, ചെറിയ ചെറിയ എറേഴ്സ് ഒക്കെ കണ്ടുപിടിക്കുന്ന ആരാണ്, നമ്മുടെ ഡാറ്റ ലിങ്ക് ലെയർ ആണ്. എറേഴ്സ് കണ്ടുപിടിക്കുന്നത്, പക്ഷെ സോൾവ് ചെയ്യുന്ന ഏത് ലെയറാ, എറർ കറക്റ്റ് ചെയ്യുന്ന ലെയർ ഏതാ, നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയർ. ഓക്കെ, ഇവിടെ ഡിറ്റക്ഷൻ മാത്രമേ ഉള്ളൂ, പുള്ളിക്കാരൻ എല്ലാം ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഈ ഡിവൈസുകളൊന്നും ഓർത്തിട്ടും കുഴപ്പമില്ല. ബ്രിഡ്ജ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ, ബ്രിഡ്ജ് കേട്ടിട്ടുണ്ടോ, ബ്രിഡ്ജ് കേൾക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, NIC കേട്ടിട്ടുണ്ടോ, ഇതെല്ലാം ഏത് ലെയറിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്, സ്വിച്ച്, ബ്രിഡ്ജ്, NIC, ഇതെല്ലാം നമ്മുടെ ഡാറ്റ ലിങ്ക് ലെയറിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങളുടെ മൈൻഡിൽ എന്തും, ബ്രിഡ്ജ് എന്താണ്, ബ്രിഡ്ജ് എന്ന് പറയുന്നത് സ്വിച്ച് പോലെ തന്നെ ഉണ്ടായിരുന്ന ഡിവൈസ് ആണ്, അതിന് മുമ്പ് യൂസ് ചെയ്ത ഡിവൈസ് ആണ് ബ്രിഡ്ജ്. ഹബ് എന്ന് കേട്ടിട്ടുണ്ടോ, ഹബ്, യെസ്, അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. ഇതെല്ലാം നമ്മുടെ ഈ കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. പക്ഷെ ഹബ് ഫിസിക്കൽ ലെയറിനെ ബേസ് ചെയ്തിട്ട് വരുന്നത്. ഹബ് ഔട്ട് ഓഫ് ഇതാവാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹബിന് മെമ്മറി ഇല്ല. ഓരോ പ്രാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഡെസ്റ്റിനേഷൻ IP ആണെന്ന് കണ്ടുപിടിച്ച് കൊടുക്കണം. ഹബ് വലിയ വലിയ കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഹാങ് ആവും. അപ്പൊ അതിനുശേഷം വന്ന ഡിവൈസ് ആണ് സ്വിച്ച് എന്ന് പറയുന്നത്. അവൻ വന്നപ്പോൾ എല്ലാം ഓക്കെ ആണ്, പുള്ളിക്കാരൻ മെമ്മറി ഉണ്ട്, എല്ലാം ഉണ്ട്. ഫാസ്റ്റസ്റ്റ് ഡിവൈസ് ആണ് നമ്മുടെ സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ച് വന്ന് എല്ലാം ഓക്കെ, ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടാൻ തുടങ്ങി. പിന്നെ നമുക്ക് ബ്രിഡ്ജും ഹബ് ആവശ്യമുണ്ടോ, ഓക്കെ, അതുകൊണ്ട് തന്നെ ഒഴിവാക്കി. ബ്രിഡ്ജ് ഹബ് പോലെ തന്നെ ഡിവൈസ് ആണല്ലേ, ഏതാണ്, അല്ല ബ്രിഡ്ജ് ഹബ് പോലെ തന്നെയുള്ള ഡിവൈസ് ആണ്, വെറുതെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, പക്ഷെ ബ്രിഡ്ജിനകത്ത് ചെറിയ മെമ്മറി ഉണ്ട്, ഹബിനകത്ത് മെമ്മറി ഇല്ല. ഓരോ പ്രാവശ്യം നമ്മൾ ഡെസ്റ്റിനേഷനെ കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് എന്തിനു വേണ്ടി ഫയൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അങ്ങനെ വലിയൊരു ഡ്രോബാക്ക് വന്നതുകൊണ്ടാണ് അതിനെ പതുക്കെ തട്ടിയത്. ഇവിടെ എത്തുമ്പോൾ ഹെഡറും ട്രailerഉം ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു പോർഷനൊക്കെ ആയിരിക്കും, പിന്നെ മാക് അഡ്രസ്സിന് ബേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പോർഷനൊക്കെ ആയിരിക്കും. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഡാറ്റ വിളിക്കുന്ന പേരാണ് എന്ത്, ഫ്രെയിം എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ഫ്രെയിം എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ ലെയറിലോട്ട് എന്ത് പോയാൽ എന്തായിരിക്കും? എല്ലാം പുള്ളിക്കാർ ഏത് രീതിയിൽ റിസീവ് ചെയ്യുള്ളൂ? ബൈനറി അല്ലേ? അപ്പം ഇപ്പൊ നോക്കാം, ഫിസിക്കൽ ലെയറിനകത്ത് ഈ ഈ 1-0 കോമ്പിനേഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടാകുന്ന വല്ല ഐഡിയ ഉണ്ടോ? ഇലക്ട്രിക്കൽ പൾസസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാറ്റ ക്രിയേറ്റ് ആവുന്നത് അല്ലെ? 0-1 കോമ്പിനേഷനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതേ സിറ്റുവേഷൻ ഫൈബർ ഓപ്റ്റിക് ആണെങ്കിലോ ലൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഡാറ്റ ജനറേറ്റ് ആവുന്നത്. 1-0 കോമ്പിനേഷൻ തന്നെയാണ്, രണ്ട് സിറ്റുവേഷൻ മാത്രം. ഇലക്ട്രിക്കൽ പൾസസിന് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രിക്കൽ പൾസസിനെ ബേസ് ചെയ്തിട്ടാണ് ഡാറ്റ ക്രിയേറ്റ് ആവുന്നത്. 1-0 കോമ്പിനേഷൻ ആയിരിക്കും. അതിനുശേഷം ഫൈബർ വന്നപ്പോൾ ലൈറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള അത്രയും സ്പീഡായി ലൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ എന്ത് ക്രിയേറ്റ് ആവുന്നത്? ഡാറ്റ ക്രിയേറ്റ് ആവുന്നത്. അപ്പം ഇതിനകത്ത് വരുന്ന കുറച്ച് ഡിവൈസസ്, ഇവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്? ഹബ്ബ്, പണ്ട് കാലത്തെ ഹബ്ബ്, മെമ്മറി ഇല്ലാത്ത ഡിവൈസ്. റിപ്പീറ്റേഴ്സ് എന്നൊന്ന് കേട്ടിട്ടുണ്ടോ? റിപ്പീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ലെങ്തി ആയിട്ട് നമ്മൾ കേബിൾ യൂസ് ചെയ്യുന്നതായിരിക്കാം. ഒരുപാട് ലെങ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡാറ്റ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പണ്ടൊക്കെ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ കേബിൾ ടി വി ഇങ്ങനെ കണക്ഷൻ പോകുന്ന സമയത്ത് ഇടയിൽ ഒരു ബോക്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്താണ്? സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്. എന്ന് പറയുന്ന പോലെ ഇവിടെ സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് റിപ്പീറ്റേഴ്സ് എന്ന് പറയുന്നത്. കേബിൾ മോഡം അതൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കേബിൾ മോഡം എല്ലാം തന്നെ ഏത് ലെയറിനെ ബേസ് ചെയ്ത് വരുന്നതാണ്? ഫിസിക്കൽ ലെയറിനെ ബേസ് ചെയ്ത് വരുന്നതാണ്. പിന്നെ ഇവിടെ എല്ലാം എന്ത് തന്നെയാണ്? ഫൈനലി എന്താ റിസൾട്ട് വരുന്നത്? എല്ലാം 1-0 കോമ്പിനേഷൻ ബേസ്ഡ് ആയിരിക്കും ഒരു ഡിവൈസിൽ നിന്ന് അടുത്ത ഡിവൈസിലോട്ട് പോകുന്നത്. അത് അവരുടെ ലാംഗ്വേജ് ആണ്, അത് അവർക്ക് മനസ്സിലാവും. ഓക്കെ, യെസ്, എന്ത് കിട്ടിയാലും 1-0 ആയിരിക്കും. അങ്ങനെ ഡാറ്റ എന്ത് ചെയ്യുന്നു? പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഇതുപോലെ ഡാറ്റ ഫ്ലോ നോക്കാം. ഇവിടെ എത്തുമ്പോൾ പാക്കറ്റായി മാറി, ഇവിടെ എത്തുമ്പോൾ ഫ്രെയിമായി മാറി, ഫൈനലി ആയി മാറും. ഈ രീതിയിലാണ് നമ്മുടെ OS ലെയർ വർക്ക് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ സഹിതം ഞാൻ ഒന്ന് പറഞ്ഞുതരാം, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഒരു പീസിൽ നിന്ന് അടുത്ത പീസിലോട്ട് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടെ വരുമ്പോൾ ഒരു പ്ലെയറിന്റെ സഹായത്തോടെ ഞാൻ എന്ത് അപ്ലോഡ് ചെയ്യുന്നു? എക്സാമ്പിൾ, ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. രണ്ടാമത്തെ പോർഷനിലോട്ട് എന്ത് സംഭവിക്കുന്നത്? അതിനെ സിസ്റ്റത്തിന് മനസ്സിലാവുന്ന രീതിയിൽ എന്താക്കി മാറ്റുന്നു? അവരുടെ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നു അല്ലെ? നമ്മുടെ ഡിവൈസ് എന്താ ചെയ്യുന്നത്? 1-0 കോമ്പിനേഷൻ ആയാലേ വർക്ക് ആവുള്ളൂ. ഇനി അടുത്ത ലെവലിൽ പോകുമ്പോൾ ആ വീഡിയോ എത്ര ലെങ്തി ആണ്, എപ്പോഴാണ് സ്റ്റാർട്ട് ആവുന്നത്, എത്ര ലെങ്തി വരുന്നു, എപ്പോഴാണ് സ്റ്റോപ്പ് ആവുന്നത് എന്ന് വെച്ചാൽ അവിടെ എന്ത് ആഡ് ചെയ്യുന്നു? ടൈം ഡിലേ പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ട്രാൻസ്പോർട്ട് ലെവലിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഡാറ്റ എന്ത് ചെയ്യുന്നു? പീസ് ആക്കിയിട്ടാണ് എങ്ങോട്ട് അയക്കുന്നത്? നൈബറിലോട്ട് അയക്കുന്നത് അല്ലെ? അതിനെന്ത് വിളിക്കാം നമുക്ക്? സെഗ്മെന്റേഷൻ. ആ പീസ് ആക്കിയ സാധനത്തിന് നമുക്ക് ഡെസ്റ്റിനേഷൻ ഐപ്പിലോട്ട് എത്തിക്കണ്ടേ അല്ലെ? ഡെസ്റ്റിനേഷൻ ഐപ്പിലോട്ട് നമുക്ക് എത്തിക്കണം. ഏതാണ് സോഴ്സ് IP, ഏതാണ് ഡെസ്റ്റിനേഷൻ IP എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണ്ടേ? സോഴ്സ് IP ഡെസ്റ്റിനേഷൻ IP ഒക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഇയാളെ എവിടെ നിന്ന് എവിടെ എത്തിക്കണം എന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ എവിടെ നിന്ന് ആഡ് ചെയ്യുന്നു? ഇവിടെ നിന്ന് ആഡ് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ എത്തുന്ന സമയത്ത് മാക് അഡ്രസ് ബേസ് ചെയ്തിരുന്ന കാര്യം കൂടി ആഡ് ചെയ്യുന്നു. അങ്ങനെ നേരെ അത് എങ്ങോട്ട് എത്തുന്നു? ബിറ്റ്സിന്റെ രൂപത്തിൽ ഈ ഡിവൈസിൽ എത്തുന്നു. അതേപോലെ അടുത്ത ലെയറിലോട്ട് പോകുമ്പോൾ ഏത് ലെയർ ആയിരിക്കും ആദ്യം റിസീവ് ചെയ്യുന്നത്? ഫിസിക്കൽ എത്തുന്നു, ആ ഡാറ്റ റിസീവ് ചെയ്യുന്നു. മാക് അഡ്രസ് ബേസിലുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ വാങ്ങിച്ചിരിക്കുന്നു. ഏതാ മാക് അഡ്രസ് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുന്നു. ദെൻ വന്ന IP, സോഴ്സ് IP എന്താണ്, ഡെസ്റ്റിനേഷൻ IP എന്താന്നുള്ള കാര്യം ഇവിടെ മനസ്സിലാക്കുന്നു. ഇവിടെ എത്തുമ്പോൾ ആ പീസ് ആക്കിയിരിക്കുന്ന സാധനങ്ങൾ എങ്ങോട്ട് കൊടുക്കുന്നു? ട്രാൻസ്പോർട്ടിൽ കൊടുക്കുന്നു. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ സീക്വൻസ് നമ്പറിനെ ബേസ് ചെയ്തൊക്കെ എന്ത് ചെയ്യുന്നു? റീ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ എത്തുന്ന സമയത്ത് ആ വീഡിയോ ലെങ്ത്തും മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് ആക്കി തരുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു പ്ലെയറിന്റെ സഹായത്തോടു കൂടി ആ വീഡിയോ നമ്മൾ കാണുന്നു. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് ഒരു വീഡിയോ നമുക്ക് കിട്ടുന്നത്. യെസ്, എന്ത് ഡൗട്ട്സ് എനിക്ക് ചോദിക്കാം.